വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി കേരള പോലീസ് സേനയുടെ ഭാഗമായി മാറുന്ന നിങ്ങളേവരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യും. സ്പെഷ്യൽ ആംഡ് പോലീസ്, കേരള ആംഡ് പോലീസ് 5ാം ബറ്റാലിയൻ എന്നിവയിലെ 2ാം ബാച്ച് റിക്രൂട്ട് സേനാംഗങ്ങളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡാണ് ഇവിടെ നടന്നത്. 333 കേഡറ്റുകളാണ് പരിശീലനം പൂർത്തിയാക്കി കേരള പോലീസ് സേനയിലേക്ക് മാറുന്നത്. നിങ്ങളെ എല്ലാവരെയും കേരള പോലീസിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെയെല്ലാം മനസ്സിൽ വല്ലാത്തൊരു വേദനയായി നിലനിൽക്കുകയാണ് വയനാട്. ഉള്ളുപൊള്ളിക്കുന്ന ഒരു വേദന കേരളമാകെ അനുഭവിക്കുന്ന ഘട്ടമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടില്ല. കേരളത്തെ മാത്രമല്ല, രാജ്യത്തെ ആകെയും ലോകത്തെമ്പാടുമുള്ള മനുഷ്യരെയും ഇത് വേദനിപ്പിക്കും. എന്നാൽ ഈ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനായി കേരളീയ സമൂഹം പ്രകടിപ്പിച്ച ഒത്തൊരുമ മാതൃകാപരമാണ്. നമ്മുടെ നാടിൻ്റെ ഉന്നതമായ സംസ്കാരം ഒഴിവാക്കുമാറും എല്ലാതരം വ്യത്യാസങ്ങൾക്കും അതീതമായ രക്ഷാദൗത്യമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന സേനയാണ് കേരള പോലീസ്. കുറ്റകൃത്യങ്ങൾ തടയുന്നത് മാത്രമല്ല, ആപൽഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത് കൂടിയാണ് തങ്ങളുടെ കർത്തവ്യമെന്ന് കേരള പോലീസ് കാട്ടിത്തരുന്നത്. മുൻപും നാട് അനുഭവിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്തും പ്രളയകാലത്തും നമ്മുടെ പോലീസ് സേനയുടെ കരുതൽ നാട് അനുഭവിച്ചതാണ്. മഹാമാരിക്കാലത്ത് മാത്രമല്ല, മഹാദുരന്തത്തിൻ്റെ വേളകളിൽ ജനങ്ങളോടൊപ്പം തങ്ങളുണ്ടാകുമെന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി കേരള പോലീസ് തെളിയിച്ചിരുന്നു. മനുഷ്യ സ്നേഹത്തിൻ്റെ ഈ ഉദാത്തമായ സത്ത കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്കേവർക്കും കഴിയണം. രാജ്യത്തെ പോലീസ് സേനയ്ക്ക് പല നിലകളിൽ മാതൃകയാകാൻ കേരള പോലീസിന് ഇന്ന് കഴിയും. ക്രമസമാധാന പരിപാലനം, രാഷ്ട്രീയ കുറ്റാന്വേഷണം, സൈബർ കേസ് അന്വേഷണം, ഈ രംഗങ്ങളിലെല്ലാം രാജ്യത്ത് കേരള പോലീസ് 1ാം സ്ഥാനത്താണ്. പോലീസ് സേനയെ ആധുനികവൽക്കരിക്കുന്നതിനും നവീകരിക്കുന്നതിനും സംസ്ഥാന സർക്കാർ നടത്തിവരുന്ന പ്രവർത്തനങ്ങളാണ് ഇതിനെല്ലാം ഇടയാക്കിയിട്ടുള്ളത്. പോലീസ് സേനയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ഈ കാലയളവിൽ കഴിഞ്ഞു. മാത്രമല്ല,
ശാസ്ത്രീയമായ കുറ്റാന്വേഷണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. സൈബർ ഫോറൻസിക് മേഖലയിൽ ആധുനിക പരിശീലനം ഏർപ്പെടുത്തുന്നതിനും കഴിയും. വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കി സേനയുടെ അംഗബലം വർദ്ധിപ്പിക്കുന്നതിനും ഈ കാലയളവിൽ സർക്കാർ മാതൃകാപരമായി ഇടപെടുന്നു എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ സേനയിലെ ഓരോ അംഗത്തിനും ഉത്തരവാദിത്വമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. പുതിയ റിക്രൂട്ടുകളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഇക്കാര്യത്തിൽ പ്രത്യേകമായ താല്പര്യപ്പെടുത്തുക. പുതിയ കാലത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റും വിധം പോലീസിനെ നവീകരിക്കുന്നതിനായി ആരംഭിച്ച എക്കണോമിക് ഒഫൻസസ് പ്രിവെൻഷൻ വീക്ക്, സൈബർ പെട്രോളിംഗ്, സൈബർ ലോ തുടങ്ങിയവയിലൂടെ സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങൾ വളരെ പെട്ടെന്ന് കണ്ടെത്തി തടയാൻ നമുക്കിത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ പോലും പോയി പ്രതികളെ പിടികൂടാൻ കഴിയുന്ന നിലയുമുണ്ടാകും. ഇതൊക്കെ മുൻനിർത്തിയാണ് സൈബർ പോലീസിംഗ് രംഗത്തെ മാതൃകാ സംസ്ഥാനമായി കേരളം ഇന്ന് വിലയിരുത്തപ്പെടും. രാജ്യത്തിനാകെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന അത്തരമൊരു സേനയിലേക്കാണ് നിങ്ങൾ കടന്നു വരുന്നത് എന്നത് ഓർമ്മിപ്പിക്കാനാണ് ഇതിപ്പോൾ പറഞ്ഞത്. പോലീസിൻ്റെ ആപ്തവാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന മൃദുഭാവി ദൃഢവൃത്തി. ഇത് അന്വർത്ഥമാക്കും വിധമുള്ള പ്രവർത്തനമാണ് നിങ്ങളിൽ നിന്നുണ്ടാകുക. പൊതുജനങ്ങളോട് സൗമ്യമായി, കുറ്റവാളികളോട് കർക്കശമായി ഇടപെടാൻ നിങ്ങൾക്ക് കഴിയും. അതിന് സഹായകമായ മികച്ച പരിശീലനമാണ് നിങ്ങൾക്ക് ലഭിച്ചത്. അതോടൊപ്പം തന്നെ വിവിധ രീതിയിലുള്ള പരിശീലനം നമ്മുടെ ഈ പരിശീലന കാലയളവിൽ വിവിധ വിഷയങ്ങളെക്കുറിച്ച് വിജ്ഞാനം സമ്പാദിക്കുവാനുള്ള ക്ലാസുകൾ ഈ പരിശീലന കാലയളവിൽ നിങ്ങൾക്ക് ലഭ്യമായി. ഇതെല്ലാം ഔദ്യോഗിക ജീവിതത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയാം. ഇവിടെ എല്ലാ പാസിംഗ് ഔട്ട് പരേഡിലും കാണുന്ന പ്രത്യേകത ഇതിലും അതേപോലെ തന്നെ ആവർത്തിക്കുന്നു. അത് ധാരാളം ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകളാണ് ഈ 2 ബാച്ചിൽ ഉള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ പോലീസിൻ്റെ നിലവാരത്തെ വലിയ തോതിൽ ഉയർത്തുന്നതിന് സഹായിക്കുന്ന ഒരു ഘട്ടം. നമ്മുടെ സംസ്ഥാനം ജനകീയ പോലീസിംഗ് ഈ ഒരു നയമാണ് നടപ്പാക്കി വരുന്നത്. ഇതിന് പോലീസിൻ്റെ പെരുമാറ്റത്തിൽ കാര്യമായ മാറ്റം വരേണ്ടത്. ഇക്കാര്യത്തിൽ നല്ല തോതിൽ മുന്നോട്ട് പോകാൻ
നമുക്ക് കഴിഞ്ഞിട്ട് ജനങ്ങളുടെ സുഹൃത്തായി പ്രവർത്തിക്കുക. എന്നാൽ കുറ്റവാളികൾക്ക് ഒരു തരത്തിലും സ്വാധീനിക്കാൻ കഴിയാത്തവരാണ് പോലീസ് എന്ന സന്ദേശം കൃത്യമായി നൽകിയത്. ഇതാണ് നിങ്ങളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്നത്. ഈ കാഴ്ചപ്പാടോടെ പോലീസിൻ്റെ ഭാഗമാകുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. ഭാവി സർവീസ് ജീവിതത്തിലെ എല്ലാ ആശംസകളും നടന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ പാസിംഗ് ഔട്ട് പരേഡിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ.